ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റെഡ്മി പുറത്തിറക്കുന്ന അവരുടെ റെഡ്മി നോട്ട് 11 പ്രോയുടെ ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഒരു ഷോർട്ട് റിവ്യൂ കൂടെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുവരെയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഞാൻ കണ്ടിട്ടില്ല. ഇതെൻ്റെ സുഹൃത്ത് എനിക്കിപ്പോൾ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ് ചാനലിലൊരു റെഡ്മിയുടെ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ഡെമോ പീസാണ്. ഇത് നമ്മുടെ ഷോപ്പിൽ വെച്ചിരിക്കുന്ന ഡെമോ പീസാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഐഫോൺ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഡെമോ പീസ് വെച്ചിട്ടില്ല, അതേപോലത്തെ ഒരു ഡെമോ ഫോണാണ്. സോ ഇതിൻ്റെ അബൌട്ട് സെക്ഷനിൽ പോകുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് MI ഡെമോ ഫോൺ എന്ന് ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇവിടെ ആയിട്ട് MI 12ൻ്റെ മുകളിലായിട്ട് അത് ഇവിടെ എഴുതിയിട്ടുണ്ട് MI ഡെമോ ഫോൺ എന്ന്. അപ്പോൾ ഇതൊരു ഡെമോ സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ റാം വരുന്നത് 6GB ആണ്. അതോടൊപ്പം 128GB സ്റ്റോറേജ് വരുന്ന ഒരു വേരിയൻ്റാണ് ഡെമോ പീസായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ സംസാരിച്ചിട്ട് തന്നെ ഈ വീഡിയോ തുടങ്ങാം. ഡിസൈൻ ആൻഡ് ബിൽറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കമ്പനി കൊടുത്തിരിക്കുന്നത് ഒരു നമ്മുടെ ഓപ്പോ റെനോ 6ലും അതോടൊപ്പം ഐഫോണുമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഡിസൈനാണ്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ നമ്മൾ ടീലും കഷ്ണം കയ്യിൽ പിടിച്ചിരിക്കുന്ന പോലെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. സോ താഴ്ഭാഗത്തായിട്ട് സിമ്മോടുള്ള സ്ലോട്ടും നമ്മുടെ സെക്കൻഡറി മൈക്ക് ടൈപ്പ് സി പോർട്ട് അതോടൊപ്പം നമ്മുടെ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ പ്രൈമറി സ്പീക്കർ ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്മാർട്ട് ഫോണിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ നല്ലൊരു സ്ലീക്കായിട്ടുള്ള ഡിസൈൻ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ റെഡ്മി നോട്ട് 11 സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിവൈസിൻ്റെ അകത്ത് അവരൊരു എന്താ പറയുക, ഒരു സ്റ്റോൺ രീതിയിലുള്ള ഡിസൈനാണ് സൈഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഡിസൈൻ ആണെന്ന് പറയാൻ പറ്റൂല എനിക്ക്, കാരണം ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ല. മെയിനായിട്ട് നമുക്ക് ഐഫോൺസിലൊക്കെ ആണെങ്കിൽ പിന്നെയും ഡിസൈൻ കൊള്ളാമെന്ന് പറയാം. പക്ഷേ ഈ ഒരു ഫോണിൽ ബോറായിപ്പോയി. മുകളിലായിട്ട് നമ്മുടെ സെക്കൻഡറി സ്പീക്കർ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ IR ബ്ലാസ്റ്ററും പ്രൈമറി മൈക്കും കാണാനായിട്ട് പറ്റും. അതോടൊപ്പം 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് ലഭിക്കുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ JBLൻ്റെ തന്നെ സ്പീക്കേഴ്സാണ് ചൈനയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിൽ അവർ JBLൻ്റെ സ്പീക്കേഴ്സ് ഹർമൻ കാർഡോണിൻ്റെ സ്പീക്കേഴ്സ് കൊണ്ടുവന്നത് പോക്കോ F3 GTയിൽ മാത്രമാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ചിലപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ Redmi 5G എന്നൊരു ബ്രാൻഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ കണ്ട് ഞെട്ടൊന്നും വേണ്ട. നമ്മുടെ Redmi 10 പ്രൈമിൽ വന്ന അതേ ഡിസൈനാണ് ഈ ഒരു ബാക്കിലായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി നമുക്ക് ഇവിടെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും ഒരു ഫ്ലാഷ് ലൈറ്റും കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ Redmi Note 10 Pro Max കണ്ടുള്ള ഒരു സിൽവർ റിങ്ങും ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് 6.67 ഇഞ്ചസിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഡിസ്പ്ലേക്ക്. അത് നമുക്ക് HDR10+ സപ്പോർട്ടബിൾ ആണ്. 1080x400 പിക്സൽസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്കകത്ത് വരുന്നത്. 20:9 റേഷ്യോ ആണ് വരുന്നത്. 395 ppi ഡെൻസിറ്റി ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വൈസിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 108 മെഗാ ഒരു പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. എനിവേ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ നല്ല രീതിയിൽ തന്നെ ഫോട്ടോസ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വൈഡ് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. 8 മെഗാ ഒരു അൾട്രാ വൈഡും അതോടൊപ്പം നമ്മുടെ 4 മെഗാ ടെലിഫോട്ടോ ക്യാമറ നൽകിയിട്ടുണ്ട്. 4K 30 FPS നമുക്ക് മാക്സിമം ഈ ഒരു സ്മാർട്ട് ഫോണിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതും നല്ലൊരു കാര്യമാണ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 16 മെഗാ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. 1080p 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എനിവേ ഫോട്ടോസിൻ്റെ കാര്യങ്ങൾ പറയുന്നത് നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കളർ ആക്യുറസി എല്ലാം നല്ലത് തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ കളർ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ ഈ ഒരു ഫോണിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ഫോൺ കൈ കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഫോട്ടോയുടെ ക്വാളിറ്റി എത്രയുണ്ടെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സൂമിങ്ങും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. ഇതിൻ്റെ അൺബോക്സിങ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇത് ചൈനയിലുള്ള ഷോപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയായിരിക്കും. ഇവിടെ കുറേ സ്മാർട്ട് ഫോൺസ് വെച്ചിട്ടുണ്ട്. ചൈനയിലുള്ള MIയുടെ ഒരു ഒഫീഷ്യൽ ഷോറൂമാണ്. സോ അവിടെ നിന്നാണ് എൻ്റെ സുഹൃത്ത് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. എനിവേ ഡിസൈനിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ Redmi 10 പ്രൈമിലും അതോടൊപ്പം നമ്മുടെ ഗ്ലോബലിൽ ലോഞ്ച് ചെയ്തപ്പോൾ പോക്കോ F3 GT എന്ന പേരിലാണ് ഈ ഒരു ബാക്ക് ക്യാമറ വന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. ക്യാമറ മൊഡ്യൂൾ ഇരിക്കുന്ന ആംഗിൾ ആയാലും ശരി, ക്യാമറ ആയാലും ശരി, ഇതിൻ്റെ UI ആയാലും ശരി, നല്ല രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ നമുക്ക് നമ്മുടെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഡിസൈൻ എനിക്ക് തോന്നുന്നു അവരുടെ Redmi 10 പ്രൈമാണ്, നോട്ട് 10 ഇല്ല. Redmi 10 പ്രൈം ഇന്ത്യയിൽ കൊണ്ടുവരണ്ടായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്രയും പ്രീമിയം ഡിസൈൻ ആയിട്ടുള്ള ഒരു ക്യാമറ മോഡിലുള്ള ഒരു ഫോണിന് ആ ഒരു രീതിയിൽ, അതായത് 10,000-12,000 രൂപയ്ക്കാണെന്ന് തോന്നുന്നു Redmi 10 പ്രൈം അവർ കൊണ്ടുവന്നത്. ആ ഒരു ക്യാമറ മോഡിൽ തന്നെ ഈ ഫോണിന് വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ബോറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം ചോദിച്ചാൽ ആ ഒരു ഫോൺ ഇറക്കണ്ടായിരുന്നു ഇന്ത്യയിലെന്നാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതോടൊപ്പം ഫോട്ടോ സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്റ്റെബിലൈസേഷൻ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഒരു തരത്തിലൊരു ഷേക്കും ഈ ഒരു ഫോണിനകത്ത് നമുക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് വരത്തില്ല. നമ്മൾ എത്ര ഇട്ട് കുലുക്കിയാലും ഈ ഒരു ഫോണ് നല്ല സ്റ്റെബിലൈസേഷൻ, ഒരു ക്യാമറയിൽ എടുക്കുന്ന രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ 4K 30 FPS ഇടുമ്പോഴാണ് ആ ഒരു സ്റ്റെബിലൈസേഷൻ കിട്ടുന്നത്. 1080p കിട്ടുന്നുണ്ട്, പക്ഷേ 4K കിട്ടുന്നതിൻ്റെ അത്രയും കിട്ടുന്നില്ല. പക്ഷേ കഴിഞ്ഞ വർഷം Redmi Note 10 Pro Maxൽ നമുക്ക് നൽകിയിരുന്നത്, ശ്രദ്ധിക്കുക, ഈ ഒരു ഫോൺ Redmi Note 11 Pro ആണ്, പ്രോ മാക്സ് അല്ല. അല്ലെങ്കിൽ ചൈനയിൽ പുറത്തിറക്കിയ 11 Pro Plus എന്നാണ് ഇറക്കിയത്. അത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ പ്രോ മാക്സ് ആയിക്കോളും. ഇത് പ്രോ വേരിയൻ്റ് ആണ്, ഇത് പ്രോ മാക്സ് അല്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഫോണിന് നമ്മുടെ എന്താ പറയുക Redmi Note 10 Pro Max വെച്ച് താരതമ്യം ചെയ്യരുത്. പക്ഷേ ഞാൻ താരതമ്യം ചെയ്യാനുള്ള കാര്യം Note 10 Pro Max വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോണിനകത്ത് 108 MB ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമ്മുടെ റെഡ്മിയുടെ Note 10 ആണ്. ഇത് 10 സീരീസ് ആണ്. 10ൽ നമുക്ക് 5G ലഭിക്കുന്നുണ്ട്. 10ൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇരിക്കുന്നത് ഇത് രണ്ടെണ്ണം നമ്മുടെ എന്താ പറയുക നമ്മുടെ Note 11 Pro Max ആണ്, അതായത് Pro Plus ആണ്. ഈ ഇരിക്കുന്ന 3 വേരിയൻസ്, അതായത് ഈ 2 ബ്ലാക്കും ഈ ഒരു ബ്ലാക്ക്, അതോടൊപ്പം ഈ ഇരിക്കുന്നൊരു ബ്ലാക്കും Note 11 Pro Plus ആണ്. അപ്പോൾ ഇതും നല്ല രീതിയിൽ തന്നെ നമുക്ക് വർത്തി ആയിട്ടുള്ള 2 ഡിവൈസസ് ആണ്. അത് Pro Plus ഇന്ത്യയിലോട്ട് വരുമ്പോൾ Pro Max ആയിക്കോളും. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. ഈ ഡെമോ ഫോണിന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ടാണ് എനിക്ക് ഒരു വീഡിയോ സുഹൃത്ത് ഷെയർ ചെയ്ത് തന്നത്. അവന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ എനിവേ ഈ ഒരു ഡിവൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള എന്താ പറയുക ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വരുന്നൊരു ഫോണാണ്. സോ മീഡിയടെക്കിൻ്റെ Dimensity 920 എന്ന് പറയുന്നൊരു 5G 6nm പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാക്ട്ലി നമ്മുടെ എന്താ പറയുക 888 പ്രോസസ്സറിൻ്റെ അതേ പ്രോസസ്സിംഗ് സ്പീഡ് തന്നെ ഇതിനും കിട്ടുന്നുണ്ട്. 6nm പ്രോസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്ടാ കോറിൻ്റെ 2x2.5 GHz Cortex A78ഉം 6x2.0 GHz Cortex A55ഉം CPU ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നമ്മുടെ പ്രൊസസർ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. Android 11 ആണ് റൺ ആവുന്നത്. MIUI 12.5 ആണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. അതും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. സോ ഇതിൻ്റെ പെർഫോമൻസ് കാര്യം പറയുകയാണെങ്കിൽ പ്രൊസസറിൻ്റെ കാര്യം ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മാത്രമേ പ്രൊസസറിൻ്റെ കാര്യം പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ എന്താ പറയുക Note 11 ആണ്. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ നേരത്തെ കണ്ട സ്മാർട്ട് ഫോൺ പോലെ കട്ട ഡിസൈൻ അല്ല, വളരെ സ്ലീക്കായിട്ടുള്ള നല്ല സ്ലിമ്മും നല്ല സിലിക്കോടുള്ള ഒരു കിടിലൻ ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് മെയിനായിട്ട് ഈ ഒരു ഡിസൈനാണ് ഇഷ്ടപ്പെട്ട. നല്ലൊരു ഗ്ലാസ് ഫിനിഷൊക്കെ ഉള്ള ഒരു കിടിലൻ ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈനിലാണ് കുറച്ചുകൂടെ ഞാൻ സാറ്റിസ്ഫൈഡ്. പക്ഷേ ക്യാമറ മൊഡ്യൂൾ സെയിം തന്നെയാണ്. ആ ഒരു സിൽവർ റിങ് ഇതിൽ നിന്ന് മാറ്റി കുറച്ച് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. Note 11 Proയിൽ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക ലൈറ്റ് കൂട്ടിയിട്ടുള്ള സിൽവർ റിംഗ് ആണ്. പക്ഷേ ഇതിൽ കുറച്ച് ഡിമ്മായിട്ടുള്ള സിൽവർ റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എനിവേ ദാറ്റ് വാസ് ആൾസോ നൈസ്. ആൻഡ് ഈ ഒരു ഫോൺ എന്താ പറയുക ഇതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അൺബോക്സിങ് ആൻഡ് റിവ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഹാൻഡ്സ് ഓൺ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ഫോണും നല്ലൊരു ഫോൺ തന്നെയാണ്. എനിവേ എനിക്ക് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. ബട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൂടുതലായിട്ട് നോക്കിയത് നമ്മുടെ Redmi Note 11 Proയെ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ എനിവേ ഈ ഒരു സ്മാർട്ട് ഫോണും കൊള്ളാം. പിന്നെ നമ്മുടെ Redmi Note 11 Proയിൽ മാലിയുടെ G98 എന്ന് പറയുന്ന MC4 എന്ന് പറയുന്ന GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മാക്സിമം ഹൈ വേരിയൻറ്റ് വരുന്നത് 256 GB സ്റ്റോറേജും 8 GB RAM UFS 2.2 ഉള്ളതാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ സ്മാർട്ട് ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, 3.5 ജാക്കും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോക്സിന് പറയാനായിട്ട് അൺബോക്സിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ ബോക്സിൻ്റെ അകത്ത് നമുക്ക് 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡഡ് ആണ്. 5760 mAh ഒരു ബാറ്ററിയാണ് ഈ ഒരു ഫോൺ അത് ലഭിച്ചിരിക്കുന്നത്. സോ ബാറ്ററി വൈസ് ക്യാമറ വൈസ് എല്ലാത്തിലും നമ്മുടെ Redmi Note 10 Pro Max പോലെ തന്നെയാണ് Note 11 Proയും വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ Pro Max എന്ന് എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു Pro Maxലുള്ള 108 MB ആണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഫോണോട് താരതമ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ Note 11 Pro എനിവേ നല്ലൊരു ഡിവൈസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ Pro Maxൻ്റെ വീഡിയോ Note 11ൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഹാൻഡ്സ് ഓൺ വീഡിയോ കിട്ടിയോണ്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിവേ നല്ലൊരു സ്ലീവ് ഡിസൈൻസ് ഒക്കെ ഉള്ള ഫോണാണ് Note 11. അപ്പോൾ Note 11 Pro ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് Note 11 ആണ്. സോ Note 11ൻ്റെ ഡിസൈനും വളരെ അമേസിങ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നതിന് അണ്ടിൽ ദാൻ ദിസ് ഈസ് ആദ്യം സൈനിങ് ഓഫ്. ബൈ.